നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മലയോര മേഖലയായ ഇടുക്കിയിലും തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു തുടങ്ങി. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതിയതായി ആരംഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലം മെഞ്ചർ അക്കാദമി ഹാളിൽ ആന്റണി ജോൺ MLA നിർവഹിച്ചു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് ആവേശോജ്വല തുടക്കം. കുമളി ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണാനുഭവ കൺവെൻഷൻ സമാപിച്ചു. വെള്ളിയാഴ്ച ഫാദർ മാത്യു പുന്നത്താനത്ത് കുന്നേൽ വചന പ്രഘോഷണം നടത്തി. അഷ്വർ ബിൽഡേഴ്സ് തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസ് റോഡിൽ V6 ടവർ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മലയോര മേഖലയായ ഇടുക്കിയിലും തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു തുടങ്ങി. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. പട്ടയം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ കാട്ടുന്ന അലംഭാവത്തെ മറികടക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ് അംഗം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ കൃത്യമായ മേൽനോട്ടവും തിരുത്തലുകളും വേണമെന്നാണ് സന്തോഷ് കുമാർ എന്ന കർഷകൻ പറയുന്നത്. കഴിഞ്ഞ 40 വർഷം മുമ്പ് ഉണ്ടാക്കിയ ജോയിൻറ്റ് വെരിഫിക്കേഷൻ ലിസ്റ്റ് അനുസരിച്ചാണ് ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് അന്നത്തെ കാലത്ത് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയതിനാൽ നിരവധിയായിരിക്കുന്ന കുടിയേറ്റ കർഷകർ ഈ പട്ടികയിൽ നിന്ന് പുറത്തായിരുന്നു. ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പുതിയ ജോയിൻറ്റ് വെരിഫിക്കേഷൻ ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള അനുമതി നേടിയെടുക്കുകയും കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുക്കുകയും ചെയ്തു. കേരള ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് കേരളത്തിൻ്റെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന നോഡൽ ഓഫീസർ. പക്ഷേ സംസ്ഥാന സർക്കാർ എത്രമാത്രം ആത്മാർത്ഥമായി പട്ടയ നടപടികൾക്ക് വേണ്ടി പരിശ്രമിച്ചാലും ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാർമാർ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ മനസ്സ് വെച്ചാൽ മാത്രമേ ഇടുക്കിയിലെ പട്ടയ നടപടികൾ നടക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് കഴിവും ആത്മാർത്ഥതയുമുള്ള ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ നിയമിച്ചാൽ മാത്രമേ പട്ടയ നടപടികൾ നടക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് കഴിഞ്ഞ പട്ടയമേളയിൽ ഇടുക്കി LA ഓഫീസിൽ നിന്ന് ആകെ കൊടുത്ത പട്ടയങ്ങളുടെ എണ്ണം 20-ൽ താഴെയാണ്. അതിൽ കഞ്ഞിക്കുഴി വില്ലേജിൽ 0 പട്ടയങ്ങൾ, 1 പട്ടയം പോലും കൊടുത്തില്ല. ഇടുക്കി വില്ലേജിൽ ആകെ കൊടുത്തത് 6-7 പട്ടയമാണ്. അങ്ങനെ പട്ടയ നടപടി നടത്തേണ്ട LA ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥതയില്ലായ്മ മാത്രമാണ് ഇടുക്കിയിലെ പട്ടയങ്ങൾ മുടങ്ങാനുള്ള കാരണം. ഇതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്ന, ആത്മാർത്ഥമായിട്ട് പട്ടയം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരെ LA ഓഫീസുകളിൽ പോസ്റ്റ് ചെയ്യുക മാത്രമാണ് അതിനൊരു പോംവഴിയുള്ളത്. ഇപ്പോൾ ഇടുക്കി ജില്ലയെ ആകെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ പ്രദേശത്തെയും പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി പാർലമെൻറ്റ് അംഗമാണ്. അങ്ങനെയുള്ള പാർലമെൻറ്റ് അംഗം കഴിഞ്ഞ 5 വർഷക്കാലം വേണ്ടത്ര ഇടപെടലുകൾ ഭൂമി പതിവ് ഓഫീസുകളിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനിയാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു പാർലമെൻറ്റ് അംഗം വേണ്ടത്ര ഇടപെടലുകൾ ഭൂമി പതിവ് ഓഫീസുകളിൽ നടത്തി ഇടുക്കി ജില്ലയിലെ കർഷകരുടെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള പട്ടയ നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ജനപ്രതിനിധി, ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഇടുക്കി ജില്ലയിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. തൊടുപുഴ ന്യൂമാൻ കോളേജ്, IEEE, EMC, YWCE, ഗ്രീൻ എനർജി ഫോറം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വുമൺ എംപവർമെന്റ് വിത്ത് ഗ്രീൻ എനർജി പ്രൊമോഷൻ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേരള IEEE ചെയർമാൻ VK ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്, EMC, YWCA, ഗ്രീൻ എനർജി ഫോറം തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് വുമൺ എംപവർമെന്റ് വിത്ത് ഗ്രീൻ എനർജി പ്രൊമോഷൻ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തിയത്.
കോളേജ് പ്രിൻസിപ്പൽ ബിജിമോൾ തോമസ് അധ്യക്ഷത വഹിച്ചു. YWCA പ്രസിഡന്റ് സിനി തോമസ്, GEF ജോയിന്റ് സെക്രട്ടറി മധു കൃഷ്ണൻ എന്നിവർ ക്ലാസ് നയിച്ചു. കേരള IEEE ചെയർമാൻ VK ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഊർജ്ജ സംരക്ഷണം നമ്മൾ വേണം, ഊർജ്ജക്ഷമത ഉയർത്തൽ വേണം. ഇത് രണ്ടും രണ്ടാണ്. ഏറ്റവും കാര്യക്ഷമമായിട്ട് ഊർജ്ജം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഊർജ്ജം സംരക്ഷിക്കലോ ലാഭിക്കലോ മാത്രമല്ല, അതിന് നമ്മൾ എന്ത് രീതി ഉപയോഗിക്കുന്നുള്ളതാണ് എഫിഷ്യൻസി നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട. അതായത് ഈ LED ബൾബും LED ട്യൂബും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലത്തെ ടെക്നോളജി കാരണം അത് എനർജി എഫിഷ്യൻ്റാണ്. അതുകൊണ്ട് കുറച്ച് ഊർജ്ജം വേണം. മറ്റ് ചിലതിൽ നമ്മൾ ഊർജ്ജം സംരക്ഷിക്കാൻ വേണ്ടി പല രീതിയിൽ തന്നെ കുറച്ച് ഉപയോഗിക്കും. അത് ടെക്നോളജിയുടെ മികവല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. ഊർജ്ജം നമ്മൾ യൂസ് ചെയ്യുന്നത് ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ, കൃഷി, നമ്മൾ വ്യവസായം, ഇതൊക്കെ തന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് നെറ്റ് സീറോ ആവും. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 2050 ആകുമ്പോഴേക്ക് നമ്മളാവണം. നമ്മളിപ്പോൾ 2024 എങ്ങനെയായാലും 25 വർഷം കൂടി നമുക്കില്ല ചെയ്യാം. അപ്പം വളരെ ദീർഘകാലം ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മൾ ഇതിനുപയോഗിക്കുന്ന ടെക്നോളജി ആയിരിക്കില്ല നമ്മളിത് അവസാനിക്കുമ്പോഴേ. ഡോക്ടർ മായ ആശംസ നേർന്നു. ഡോക്ടർ ബീന മേരി ജോൺ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതിയതായി ആരംഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TJ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന ഇഫ്താർ സംഗമം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതുതായി ആരംഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഇതുപോലുള്ള സംഗമങ്ങൾ ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്ന സംഗമങ്ങളാണ്. പ്രത്യേകിച്ച് ലോകവും രാജ്യത്തെയും ഒക്കെ പൊതുവായ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ മനുഷ്യ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഒക്കെ സമൂഹത്തിൽ മനുഷ്യന്റെ ശൈലികൾ കൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ മതമല്ല മനുഷ്യനാണ് ഏറ്റവും പ്രധാനമെന്ന ആ ഒരു വലിയ സന്ദേശം അത് സമൂഹത്തിലേക്ക് പകർന്നു നൽകുക എന്ന ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും ഇതുപോലുള്ള സംഗമങ്ങൾ ഇപ്പോൾ ലോകത്തോ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഒക്കെ പരിശോധിച്ചാൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഇതുപോലുള്ള സംഗമങ്ങൾ നടക്കുകയാണ്. അപ്പൊ അതിൽ ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഏതെങ്കിലും ഒരു മതസംഘടനയല്ല, ഇതൊരു വ്യാപാര സംഘടന, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആണ്. ഇത്തരത്തിൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഈ ഒരു ആശയം വെച്ചുകൊണ്ട് എല്ലാ വർഷവും, അത് റമദാൻ കാലത്ത് മാത്രമല്ല എല്ലാ ആഘോഷവേളയിലും അത് അതിൻ്റെതായ അർത്ഥത്തോടുകൂടി നിങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ജില്ലാ പ്രസിഡന്റ് TJ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ മുഖ്യാതിഥിയായിരുന്നു. KHRA സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാന ചെയർമാൻ VT ഹരിഹരൻ പദ്ധതി വിശദീകരണം നടത്തി. പദ്ധതിയിൽ അംഗമായിട്ടുള്ള വ്യക്തി മരണപ്പെട്ടാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനമായി നൽകും. 2 വർഷത്തിനകം ഈ പദ്ധതിയിലൂടെ അർഹരായവർക്ക് മറ്റ് ചികിത്സാ സഹായങ്ങളും നൽകും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുശീല, ജില്ലാ രക്ഷാധികാരി CJ ചാർലി, ജില്ലാ സെക്രട്ടറി KT റഹീം, ജില്ലാ ട്രഷറർ CK അനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബൈജു P ഡേവിസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VA അബ്ദുൽ കരീം, സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കൺവീനറുമായ ആശാ ലില്ലി തോമസ്, കോതമംഗലം യൂണിറ്റ് സെക്രട്ടറി ബെന്നി CJ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന ഇഫ്താർ സംഗമം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഉദ്ഘാടനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠം താലൂക്ക് പ്രസിഡന്റ് സരിത നാരായണൻ നായർ, കോതമംഗലം MLA ആന്റണി ജോൺ, FIT ചെയർമാൻ R അനിൽകുമാർ, നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, കൗൺസിലർമാരായ AG ജോർജ്, അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, PR ഉണ്ണികൃഷ്ണൻ, EK സേവ്യർ, PK മൊയ്തു, മനോജ് ഗോപി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥ മേധാവികൾ, പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് ആവേശോജ്വല തുടക്കം. കുമളി ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് ആവേശോജ്വല തുടക്കം. കുമളി ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു.
LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പ്രസംഗിച്ചു. വന്യജീവികൾ കാടിറങ്ങി വന്ന് മനുഷ്യനെ കൊല്ലുന്നു, അല്ലെങ്കിൽ നാം വിളകൾ നശിപ്പിക്കുന്നു. ഒരു ആയുഷ്കാലത്തെ മുഴുവൻ അധ്വാനം ഇല്ലാതാക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. കേരള ജനത നേരിടുന്ന വന്യജീവി പ്രശ്നങ്ങൾക്ക് വന്യജീവി നിയമം ഭേദഗതി ചെയ്യലാണ് പരിഹാരമെന്നും നിയമം ഭേദഗതി ചെയ്യാൻ ഒന്നും ചെയ്യാതെ UDF ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളി യുവജന വനിതാ സംഘടനാ നേതാക്കൾ സ്ഥാനാർത്ഥിയെ ഷോൾ അണിയിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും സ്വീകരിച്ചു. തുറന്ന വാഹനത്തിൽ പര്യടനം നടത്തിയ സ്ഥാനാർത്ഥി കുമളി 1-ാം മൈൽ, മുരിക്കടി, വെള്ളാരംകുന്ന് എന്നിവിടങ്ങളിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങി ജനങ്ങളോട് സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം തോട്ടം മേഖലയായ ചെങ്കരയിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. തോട്ടം തൊഴിലാളികളും കർഷക തൊഴിലാളികളും കാർഷിക വിളകൾ നൽകി സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവ കരുണാനുഭവ കൺവെൻഷൻ സമാപിച്ചു. വെള്ളിയാഴ്ച ഫാദർ മാത്യു പുന്നത്താനത്ത് കുന്നിൽ വചന പ്രഘോഷണം നടത്തി. മനസ്സിനെ സങ്കടത്തിൽ എന്റെ മനസ്സിനെ നമ്പരത്തിൽ തീ കൊടുത്തു വന്നിടുമ്പോൾ എന്തോ ആനന്ദം. എന്റെ മനസ്സിനെ സങ്കടത്തിൽ എന്റെ മനസ്സിനെ നമ്പരത്തിൽ തീ കൊടുത്തു വന്നിടുമ്പോൾ എന്തോ ആനന്ദം. അഭിഷേകം 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 നീ എന്ന പോലെ നീയണയ്ക്കുന്ന വെള്ളത്തിലും നീ എന്ന പോലെ എന്റെ മനസ്സിനെ സങ്കടത്തിൽ എന്റെ മനസ്സിനെ നമ്പരത്തിൽ തീ കൊടുത്തു വന്നിടുമ്പോൾ എന്തോ ആനന്ദം. എന്റെ മനസ്സിനെ സങ്കടത്തിൽ എന്റെ മനസ്സിനെ നമ്പരത്തിൽ തീ കൊടുത്തു വന്നിടുമ്പോൾ എന്തോ ആനന്ദം. ദൈവത്തിന്റെ വലിയ കരുണ ജീവിതത്തിൽ സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് ഈ ദൈവ കരുണ അതിന്റെ ഇരിപ്പിടം ഈറ്റില്ലെന്ന വിശുദ്ധ കുർബാനയാണ്. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ഒരുങ്ങിയാണ്. എന്നെ സംബന്ധിച്ച് ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ കൊച്ചച്ഛന് പ്രാഥമികമായിട്ട് സൂചിപ്പിച്ചതുപോലെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കുകയല്ല, എനിക്ക് 21 വർഷമായിട്ട് ക്യാൻസറുമായിട്ട് പടവെട്ടുന്ന വ്യക്തിയാണ്. ഞാനിവിടെ പല ദിവസങ്ങളിൽ പല നേരങ്ങളിൽ നിന്ന് ഈ പുണ്യസ്ഥലത്ത് വന്ന് ഞാൻ ചങ്കുരുകി മനമൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞത്, പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലം, ഈ വിശുദ്ധ സ്ഥലം, ദൈവ കരുണയുടെ സ്ഥലം തന്ന വലിയ കൃപയാണെന്ന് ഏറ്റു പറയാൻ വലിയ സന്തോഷമുണ്ട്. നമുക്കൊന്ന് കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ഈശോ ഈ സ്ഥലത്തെ ഓർത്ത് അവിടുത്തെ വലിയ കരുണയും കൃപയും ഞങ്ങളിലേക്ക് ഈ വിശുദ്ധ സ്ഥലത്തിലൂടെ ഒഴുകുന്നതിനെ പറ്റി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഇപ്പോഴേ ഞാൻ ഓർക്കുന്നു, അങ്ങനെ വളരെ ദൈവാനുഗ്രഹത്തിന്റെ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാൻ മാതാവിന്റെ പറഞ്ഞൊരു കടുത്ത ഭക്തനാണ്. എവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അവിടെ കുർബാനയുണ്ട്, അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടാകുന്നത് അത് കുർബാനയുടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ്. നമുക്കറിയാം, ലൂർദിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം ഉണ്ടാകുന്നത് അവിടെ ദിവ്യകാരുണ്യ പ്രതിഷ്ഠ നടക്കുമ്പോഴാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഡിവൈൻ മേഴ്സിയുടെ ഏറ്റവും തനതായിട്ടുള്ള പ്രസക്തി അതാണ്, പ്രത്യേകത അതാണ്. തോട്ടം മേഖലയ്ക്ക് ഉത്സവ നാളുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് 1-ാം ഡിവിഷൻ അരുൾമികു ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രം മഹോത്സവത്തിന് കൊടികയറി.
2024 ഏപ്രിൽ 12, 13, 14 ദിവസങ്ങളിലായാണ് പ്രധാന ഉത്സവാഘോഷ പരിപാടികൾ നടക്കുക. ക്ഷേത്ര മേൽശാന്തി ബാലുമുനിയൻ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. തോട്ടം മേഖലകൾക്ക് ഉത്സവാഘോഷങ്ങളുടെ നാളുകൾ ഏകിയാണ് ക്ഷേത്രം ഉത്സവങ്ങൾക്ക് വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിൽ തുടക്കമായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് 1-ാം ഡിവിഷൻ അരുൾമിகு ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രം മഹോത്സവത്തിനാണ് ഇന്ന് കൊടികയറിയത്. ദേവശരീരമായ ക്ഷേത്രത്തിന്റെ നട്ടലിന്റെ പ്രതീകമായ കൊടിമരത്തിൽ കൊടികയറിയാണ് ഉത്സവങ്ങൾക്ക് തുടക്കമാവുന്നത്. ദേവചൈതന്യത്തിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന സമയമാണ് ഉത്സവ ദിനങ്ങൾ. ക്ഷേത്രത്തിൽ കൊടി കയറുന്നത് കണ്ടാൽ കൊടി ഇറങ്ങുന്നതുവരെ വ്രതാനുഷ്ഠാനം വേണം എന്നതാണ് ഹൈന്ദവ വിശ്വാസം. ഇത്തരത്തിൽ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെയും മറ്റു വിഭാഗങ്ങളുടെയും അനുഗ്രഹദായിനിയായി വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റിൽ കുടികൊള്ളുന്ന അരുൾമിகு ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രം മഹോത്സവത്തിനാണ് ഇന്ന് കൊടികയറിയത്. പുലർച്ചെയുള്ള പ്രത്യേക പൂജകൾക്ക് ശേഷം രാവിലെ 7 മണിക്കും 9 മണിക്കും മധ്യയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം മേൽശാന്തി ബാലുമുനിയൻ സ്വാമി, ക്ഷേത്രം പൂജാരി ഗണേശൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രം ഉത്സവ കൊടിയേറ്റ് നടന്നത്. പശുമല എസ്റ്റേറ്റ് 1-ാം ഡിവിഷൻ മാനേജർ സുധീർ കുമാർ, സെക്ഷൻ ഓഫീസർ ആശത്തമ്പി, സൂപ്രണ്ടന്റ് റോയ് ജേക്കബ്, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർമാരായ ശരവണൻ, രാജൻ, ക്ഷേത്രം കമ്മിറ്റി അംഗം KK രാജു തുടങ്ങിയവർ ഉത്സവാഘോഷ പരിപാടികൾക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് ഉത്സവാഘോഷ പ്രത്യേക വഴിപാടുകളായ ശക്തി, കരകം, അമ്മൻകുടം, മാവിളക്ക്, തീച്ചട്ടി, ആഴിയിറക്കം എന്നിവയിൽ പങ്കെടുക്കുന്നതിനായി ആബാലവൃത്തം ജനങ്ങളും വ്രതാനുഷ്ഠാനത്തിനായി കൈകളിൽ കാപ്പുകൾ കെട്ടി. കൊടിയേറ്റിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ നേർച്ച വിതരണവും നടന്നു. 2024 ഏപ്രിൽ 12, 13, 14 തീയതികളിലായാണ് പശുമല 1-ാം ഡിവിഷൻ ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രം പ്രധാന ഉത്സവാഘോഷങ്ങൾ നടക്കുക. ക്ഷേത്രം കമ്മിറ്റി കൺവീനർ M കൃഷ്ണൻ, സെക്രട്ടറി M ചിന്നാമണി, ജോയിന്റ് സെക്രട്ടറി C രാമർ, ട്രഷറർ P ചീനിസ്വാമി, ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ രംഗസ്വാമി, A ഗോവിന്ദൻ, P മുരുകൻ, പാണ്ഡി, ധൻരാജ്, പേച്ചിമുത്തു, P അയ്യപ്പൻ, K രാജ, R മനോജ്, T മണികണ്ഠൻ, സെന്തിൽകുമാർ, R രമേശ്, ശക്തി, രാജീവ് ഗാന്ധി, M മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം ഉത്സവാഘോഷ പരിപാടികൾ നടക്കുന്നത്. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ കുറുത്തിക്കൊടിയിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പര്യടനം നടത്തി. നിരവധി ആളുകൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. INDCയുടെ സെക്രട്ടറി ശ്രീ സജു മാത്യു, ശ്രീ റിൻസൺ കാരിക്കൽ, ജോമോൻ മഞ്ഞള. മണ്ണിനെയും മനസാക്ഷിയെയും സ്നേഹിക്കുന്ന ചേട്ടൻ, INDCയുടെ സെക്രട്ടറി ശ്രീ സജു മാത്യു, ശ്രീ റിൻസൺ കാരിക്കൽ. പൊതുജനങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും ഈ നമ്മുടെ MP ചേട്ടൻ, INDCയുടെ സെക്രട്ടറി ശ്രീ സജു മാത്യു, ശ്രീ റിൻസൺ കാരിക്കൽ. ബിസിനസ് വാർത്ത. അശ്വർ ബിൽഡേഴ്സ് തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസ് റോഡിൽ V6 ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ബിൽഡിംഗ് ആൻഡ് ഇന്റീരിയർ ഡിസൈനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള അശ്വർ ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ പുതിയ ഓഫീസ് മന്ദിരം തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസ് റോഡിൽ V6 ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഓഫീസുകൾ എന്നിവയ്ക്ക് ആവശ്യമായ പ്ലാൻ, എസ്റ്റിമേറ്റ്, 3D ഡിസൈൻ, ഗ്ലാസ് വർക്ക്, വുഡ് വർക്ക്, എക്സ്റ്റൻഷൻ വർക്ക്, റിനോവേഷൻ, മോഡുലാർ കിച്ചൺ, വാർഡ്രോബ് ഡിസൈൻ, പ്രയർ യൂണിറ്റ്,
ഡ്രസ്സിംഗ് ഏരിയ, സ്റ്റെയേഴ്സ്, പാർട്ടീഷൻ വാൾ വിത്ത് റൊട്ടേറ്റിംഗ് TV യൂണിറ്റ് കൂടാതെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്കുകൾ തുടങ്ങി എല്ലാവിധ ബിൽഡിംഗ് ഇന്റീരിയർ, എക്സ്റ്റീരിയർ ജോലികളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി അഷ്വർ ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ചെയ്തു നൽകുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. നിർമ്മാണ പ്രവർത്തന മേഖലയിൽ റെസിഡൻസ്, കൊമേഴ്ഷ്യൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും സിവിൽ വർക്കുകൾ, അതുപോലെ ഇലക്ട്രിക്കൽ വർക്കുകൾ, ഇൻറ്റീരിയൽ വർക്കുകൾ തുടങ്ങി കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രീതിയിൽ, പുതിയ മോഡലിൽ ഇന്നത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭവനങ്ങളുടെ നിർമ്മാണം ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണം വരെയുള്ള എല്ലാ രീതിയിലുള്ള വർക്കുകളും വളരെ ഭംഗിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന ഈ മേഖലയിൽ കാലങ്ങളായി പ്രവൃത്തി പരിചയമുള്ള 4 സുഹൃത്തുക്കളാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കറിയാം ഇവരുടെ ഉത്തരവാദിത്തപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ റൈറ്റിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇത് കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. തീർച്ചയായും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ വളരുന്ന തൊടുപുഴയ്ക്ക് നിർമ്മാണ പ്രവർത്തന മേഖലയിൽ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ മധ്യകേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭവന നിർമ്മാണവും മറ്റ് കൊമേഴ്ഷ്യൽ ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങുകളിലൊക്കെ നിർമ്മാണങ്ങൾ ഏറ്റവും അധികം നടക്കുന്ന സ്ഥലമാണ് തൊടുപുഴയും പരിസര പ്രദേശങ്ങളും. തീർച്ചയായും അതിനൊരു തൊടുപുഴയ്ക്കൊരു മുതൽക്കൂട്ടായി ുള്ള ഈ ബിൽഡേഴ്സിൻ്റെ ഇത് തുടങ്ങുന്ന ഈ ഓഫീസിന്, തൊടുപുഴ കൊതായിക്കുന്ന് ബൈപ്പാസിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഓഫീസിന് എല്ലാ രീതിയിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനവും അറിയിക്കുന്നു. നമസ്കാരം. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം മണ്ഡലത്തിലെ നേര്യമംഗലത്തും തൊടുപുഴയിലുമായിരുന്നു വ്യാഴാഴ്ച UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പ്രചരണം നടത്തിയത്. രാവിലെ നേര്യമംഗലത്തെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ വോട്ട് തേടിയാണ് ഡീൻ കുര്യാക്കോസ് എത്തിയത്. ഇവിടെ തൊഴിലാളികൾ UDF സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിച്ചാണ് UDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചത്. കോതമംഗലം മണ്ഡലത്തിലെ നേര്യമംഗലത്തും തൊടുപുഴയിലുമായിരുന്നു വ്യാഴാഴ്ച UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പ്രചാരണം നടത്തിയത്. രാവിലെ നേര്യമംഗലത്തെ ജില്ലാ കൃഷിത്തോട്ടത്തിൽ വോട്ട് തേടിയാണ് ഡീൻ കുര്യാക്കോസ് എത്തിയത്. ഇവിടെ തൊഴിലാളികൾ UDF സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിച്ചാണ് UDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചത്. ഈ കൃഷിഫാം ഇത്രത്തോളം വളർന്നിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം പേരും പെരുമയും പ്രശസ്തിയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിലാളികളാണ്. നിങ്ങളുടെ ജനവിധിക്കായി ഞാൻ ശിരസ്സ് നമിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാകണമെന്ന് വിനയപരിശോധന അഭ്യർത്ഥിക്കുന്നു. നേര്യമംഗലത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ പാലവും കൊച്ചി മൂന്നാർ ദേശീയപാത നിർമ്മാണവും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കോതമംഗലം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ജീവൻ വെച്ചതും തങ്ങളുടെ വികസന നേട്ടമായി UDF കോതമംഗലം മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നു. പെരുമ്പാവൂർ ഒക്കലിൽ വാഹനാപകടത്തിൽ മരിച്ച കോതമംഗലം കറുകടം കൊന്നശ്ശേരി വീട്ടിൽ KA എൽദോയുടെയും മകൾ ബ്ലെസ്സിയുടെയും കോതമംഗലം കറുകടത്തെ വീട്ടിലെത്തി ചടങ്ങുകളിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം തൊടുപുഴയിൽ സൗഹൃദ സന്ദർശനങ്ങൾ നടത്തി. വ്യക്തികളെ ഫോണിൽ വിളിച്ച് പിന്തുണ തേടി. വൈകിട്ട് നടന്ന UDF കൺവെൻഷനിലും റോഡ് ഷോയിലും UDF സ്ഥാനാർത്ഥി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് പീരുമേട് തോട്ടം തൊഴിലാളി സമരമുഖത്ത് നിണമണിഞ്ഞ പശുമല എസ്റ്റേറ്റിൽ ആവേശോജ്വല സ്വീകരണം. LDF സ്ഥാനാർത്ഥിയുടെ പീരുമേട് നിയോജക മണ്ഡലം പൊതുപ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് പശുമലയിൽ സ്വീകരണം ഒരുക്കിയത്.
ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ആരംഭിച്ച പൊതുപ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് പീരുമേട് നിയോജക മണ്ഡലം തല പൊതുപ്രചാരണ പരിപാടികൾക്ക് തുടക്കമായത്. കുമളി പൊതുവേദിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുപ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം ചെങ്കര, നാലുകണ്ടം എന്നീ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പീരുമേടിന്റെ സമരചരിത്രത്തിൽ നിണമണിഞ്ഞ ഓർമ്മകൾ ഉറങ്ങുന്ന പശുമലയിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് ഹാരമണിയിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള ജനങ്ങൾ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. തുടർന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പ്രസംഗിച്ചു. പാർലമെന്റ് അംഗം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. 2018 മഹാപ്രളയവും പിന്നീടുണ്ടായ പ്രതിസന്ധികളിലുമൊക്കെ നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ പരിശ്രമങ്ങൾക്കൊപ്പവും നേതൃത്വം നൽകിക്കൊണ്ട് നമുക്കന്ന് നിൽക്കാനായി. വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. തോട്ടം തൊഴിലാളികളും സാധാരണക്കാരായ മനുഷ്യൻ ജീവിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ നേരിട്ടിടപെടുകയും മുഴുവൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തൊരു കാലമാണിത്. എന്നെ ഏത് കാര്യത്തിന് ആര് സമീപിച്ചാലും അവർ പറയുന്നത് കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ ഫോണിൽ വിളിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഫോൺ കോൾ എടുത്തിട്ടുണ്ട്. ഫോണിൽ കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവരെ എല്ലാം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അവർ പറയുന്നതൊക്കെ കേട്ടും അവർക്ക് മറുപടി കൊടുത്തും പരിഹാരമുണ്ടാക്കിയും ഒക്കെയാണ് നമ്മൾ ഈ കാലമാകെ കടന്നുപോയിട്ടുള്ളത്. തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. ആ നാളുകളിൽ നമുക്ക് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കും എന്നെ വിളിക്കാം. നേരിട്ട് ഒരിടനിലക്കാരുമില്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ച് ഇടപെട്ട് മുന്നോട്ട് പോകാം. അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളെല്ലാവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. LDF പീരുമേട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി R. തിലകൻ, കൺവീനർ ജോസ് ഫിലിപ്പ്, LDF നേതാക്കളായ VK ബാബുക്കുട്ടി, KM ഉഷ, നിശാന്ത് V. ചന്ദ്രൻ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. നമ്പ്യാപറമ്പിൽ ഒപ്റ്റിക്കൽസ് ഏപ്രിൽ 6-ന് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിക്കും. നമ്പ്യാപറമ്പിൽ ഒപ്റ്റിക്കൽസിന്റെ 5ാമത് ബ്രാഞ്ചാണ് തൊടുപുഴയിൽ ആരംഭിക്കുന്നത്. വാഴക്കുളം, മൂവാറ്റുപുഴ, പൈങ്ങോട്ടൂർ എന്നിവിടങ്ങളിലാണ് മറ്റ് ശാഖകൾ പ്രവർത്തിക്കുന്നത്. NDA കോതമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ കോതമംഗലം റോട്ടറി ഭവനിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പ്രസംഗിച്ചു. തുടർന്ന് കോതമംഗലത്ത് റോഡ് ഷോ നടത്തി. നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം ഗുണമെന്ന പൊന്നടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം ഗുണമെന്ന പൊന്നടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയകരിയായ സാരഥി സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സ്വീകരണങ്ങൾക്കെല്ലാം 1000 നന്ദിയുടെ ഭൂചണ്ടകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സാരഥി, നാടിന്റെ സാരഥി, NDAയുടെ കർമ്മധീരയായ സാരഥി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം ഗുണമെന്ന പൊന്നടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം ഗുണമെന്ന പൊന്നടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയകരിയായ സാരഥി, NDAയുടെ കർമ്മധീരയായ സാരഥി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. കടന്നു വന്ന പാതയോരങ്ങളിലെല്ലാം നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസങ്ങൾ നൽകിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് തൊടുപുഴ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ഇന്ന് വെള്ളിയാമറ്റത്ത് നിന്നും ആരംഭിച്ച പര്യടനത്തിന് കരിമണ്ണൂർ, കോടിക്കുളം, വണ്ണപ്പുറം എന്നിവിടങ്ങളിൽ ഊഷ്മള സ്വീകരണം ലഭിച്ചു.
പഞ്ചായത്ത് സാംസൺ ആക്കാട്ട്, വിജയ് ജോമോൻ, സോണിയ ജോബിൻ, കർഷക സംഘ സച്ചി കാപ്പി, കോടിക്കുളം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി മോഹിനി ബാബു, കൊടുവേലി ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി കെ പ്രസാദ്, കാളിയാർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രദീപ് പ്രഭൻ, സ്വീകരണം പേര് വായിച്ചിട്ടുള്ള മുഴുവൻ പേരും എത്രയും പെട്ടെന്ന് തന്നെ. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഇല്ലാതായാൽ ഈ ഭരണഘടന തന്നെ ഇല്ലാതാകും. ഭരണഘടന ഇല്ലാതാകുന്ന ഘട്ടത്തിൽ ഈ ഭരണഘടന കൽപ്പിച്ചു നൽകുന്ന ഈ അവകാശ അധികാരങ്ങളുടെ കീഴിൽ സ്വാതന്ത്ര്യത്തോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ഡിക്റ്റേറ്റർഷിപ്പിലേക്ക്, സ്വച്ഛാധിപത്യത്തിന്റെ കീഴിലേക്ക് പോവുകയും മറ്റാരെങ്കിലും ഒക്കെ നിശ്ചയിക്കുന്നിടത്ത്, കുറിച്ചിടുന്നിടത്ത് ജീവിതം കെട്ടിയിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ആ ദുരവസ്ഥയിലേക്ക് ഈ രാജ്യം പോയിക്കൂടാ എന്ന് നിർബന്ധമുള്ളവരെല്ലാം ആഗ്രഹിക്കുന്നൊന്നുണ്ട്, ആഗ്രഹിച്ചതൊന്നുണ്ട്. ഭരണഘടനയ്ക്കെതിരായി, ഭരണഘടനാ തത്വങ്ങൾക്കും ധാർമ്മികതയ്ക്കും എതിരായി ഉണ്ടായ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം, ശക്തമായ പ്രതിരോധം, അതിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകണമായിരുന്നു, പുറത്തുണ്ടാകണമായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര മേഖലയായ ഇടുക്കിയിലും തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു തുടങ്ങി. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതിയതായി ആരംഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ ആന്റണി ജോൺ MLA നിർവഹിച്ചു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് ആവേശോജ്വല തുടക്കം. കുമളി ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണാനുഭവ കൺവെൻഷൻ സമാപിച്ചു. വെള്ളിയാഴ്ച ഫാദർ മാത്യു പുന്നത്താനത്ത് കുന്നിൽ വചന പ്രഘോഷണം നടത്തി. അഷ്വർ ബിൽഡേഴ്സ് തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസ് റോഡിൽ V6 ടവർ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.